നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് അവസരവുമായി കുവൈറ്റ് അധികൃതർ രംഗത്ത്. കുവൈറ്റിൽ വിദേശ അധ്യാപകരുടെ ഇക്കാമകൾ പുതുക്കുന്നതിന് സൗകര്യമൊരുക്കുന്ന വികേന്ദ്രീകൃത സംവിധാനം അടുത്ത ആഴ്ച നിലവിൽ വരുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അധ്യാപകരുടെ ഇക്കാമ പുതുക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന് അനുമതി നൽകുന്നത് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുമുണ്ട്. ഇതേ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച പരിശീലനം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശ അധ്യാപകരുടെ ഇക്കാമ പുതുക്കൽ നടപടിക്രമങ്ങൾക്ക് കാലതാമസം വരുന്നു എന്നതായിരുന്നു ഉയർന്നു വന്ന പരാതി. പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതോടെ കാലതാമസം നേരിടാതിരിക്കാൻ തന്നെ സഹായിക്കുന്നതാണ്. അധ്യാപകരുടെ ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ച കാര്യങ്ങൾ ഏകോപനത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും. കൂടാതെ വിദ്യാഭ്യാസ ആരോഗ്യ മന്ത്രാലയങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങൾ വേഗത്തിൽ അധ്യാപകർക്ക് ലഭിക്കുന്നതാണ്. 1 വർഷം കാലാവധിയുള്ള ഇക്കാമ 2 വർഷമാക്കാനും ഇപ്പോൾ ഏകദേശം ധാരണയായിരിക്കുകയാണ്. അതേസമയം കുവൈറ്റിൽ പ്രധാന റോഡുകൾക്ക് കുറുകെ സ്ഥാപിച്ച ഹൈടെക് നടപ്പാലങ്ങൾ വൃത്തികേടായി കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. AC സ്ഥാപിച്ച പാലങ്ങളിലാണ് ചപ്പുചവറുകളും മറ്റും കിടക്കുന്നത്. ടൈൽ വിരിച്ച നിലത്ത് പലരും തുപ്പിവെച്ചിട്ട് പോലുമുണ്ട്. വിദേശികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഉയരുന്ന പരാതി. ഹൈടെക് അല്ലാത്ത രീതിയിലുള്ള ഓവർ ബ്രിഡ്ജുകൾ പലരും ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ അപകടം ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള പാലങ്ങൾ പണിഞ്ഞിരിക്കുന്നത്. പഴയ പാലങ്ങൾ നവീകരിച്ച് പുതിയത് നിർമ്മിച്ചെങ്കിലും പലതിൻ്റെയും അവസ്ഥ ഭീകരമാണ്.